നിങ്ങൾ സ്ട്രെസ്ഡ് ആണോ? നിങ്ങളുടെ ആങ്സൈറ്റി ലെവൽ ഹൈ ആണോ? അങ്ങനെ ഇരുന്നൊരു കാലത്താണ് ഞാനും വാക്കിംഗ് തുടങ്ങിയത്. കോവിഡായി നാട്ടിൽ വന്നപ്പോൾ അമിതവണ്ണം. അപ്പോൾ ഇത് കുറയ്ക്കണം. അപ്പം ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു ഹാബിറ്റായി. എനിക്കിപ്പം നടക്കാതിരിക്കാൻ സാധിക്കില്ല. ഒരു 6 days in a week ഐ ഡു വാക്കിംഗ്. അത് ചില ദിവസം 10K ആയിരിക്കും, ചില ദിവസം 6K ആയിരിക്കും, ചില ദിവസം 7K ആയിരിക്കും. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് 3K. 3000 സ്റ്റെപ്സ് വുഡ് ബി ഇനഫ്. അത് കഴിഞ്ഞിട്ട് അത് മെല്ലെ 5000 സ്റ്റെപ്സ് ആക്കുക. പിന്നെ നമ്മളത് മോർ ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ വിൽ ഡു ട്രക്കിങ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. നമ്മളിത് ഒരുപാട് ഇഷ്ടപ്പെടും. ഈവൻ ഐ ബിൽഡഡ് ബേർഡ് വാച്ചിങ് ഹാബിറ്റ്. എനിക്ക് ബേർഡ് വാച്ചിങ് ഇഷ്ടമാണ്. അപ്പം ഈ ഹാബിറ്റേറ്റ് മനസ്സിലാക്കുക, എന്തൊക്കെ ബേർഡ്സ് ഉണ്ട്. പിന്നെ മൊബൈൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കത്തില്ല. പിന്നെ കമ്മിങ് ടു ഹെൽത്ത്, നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മുടെ ആങ്സൈറ്റി കുറയും, നമ്മുടെ സ്ട്രെസ്സ് കുറയും, ബെറ്റർ സ്ലീപ്പ്, ബെറ്റർ മൂഡ്, ബെറ്റർ എനർജി, നമ്മുടെ മെറ്റബോളിസം ഹൈ ആവും. അങ്ങനെ നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് ആണ്.